ഹലോ ഡിയേഴ്സ്, അങ്ങനത്തെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിട്ട് നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പത്തനംതിട്ട കൂടൽ വീട്ടിലാണേ. നല്ല മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ, ഭയങ്കര ഇടിയും മിന്നലുമാണ്. എന്നാൽ പോലും ഈ ഒരു മഴ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, മരമൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ മുകൾ ഭാഗം താഴെ തറയെ വന്ന് മുട്ടിയിട്ട് മേളിപ്പോൾ അത്രയ്ക്ക് വമ്പൻ കാറ്റായിരുന്നു കേട്ടോ. അതുപോലെ ഇടിയും മിന്നൽ. ഇപ്പം മഴ കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ടോ, വാഴയും അതും ഇതൊക്കെ ഒടിഞ്ഞൊക്കെ വീണിട്ടുണ്ടേ. പിന്നെ വലിയ മരങ്ങളൊന്നും നമ്മുടെ പറമ്പിലൊന്നും ഒടിഞ്ഞു വീണിട്ടില്ല. പിന്നെ അപ്പുറത്ത് റബ്ബർ തോട്ടത്തിലൊക്കെ റബ്ബറൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. വേറെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴയൊന്ന് തോന്നപ്പോൾ തന്നെ അമ്മ ദേ വാഴയൊക്കെ വെട്ടിയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ വന്ന് കിടന്നതിനെയൊക്കെ വെട്ടി മാറ്റി. പിന്നെ ചെറിയൊരു മഴയും കാറ്റും ഇടിയൊക്കെ, ഇടിയല്ല മഴയും കാറ്റും തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും റബ്ബറും തോട്ടത്തിലോട്ട് പോകും വിറക് പറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പണ്ട് ഞങ്ങളും പോകുമായിരുന്നു കേട്ടോ. പിന്നെ വലിയ ഇടിമിന്നലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോകത്തില്ലേ. പിന്നെ തോട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. നമുക്ക് പേടിയൊന്നും തോന്നത്തില്ല ഈ ഇടിയും മിന്നലും ഒന്നും വെട്ടുമ്പോഴത്തേക്കിനെ. ഇടിയും മിന്നലിനൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ് കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ ഒരു കുടയെടുത്തുകൊണ്ട് ഞാൻ ദേ ഇറങ്ങി നോക്കുക എന്തൊക്കെയാ വീണേക്കുന്നൊക്കെ. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടി എത്തിയപ്പോഴത്തേക്കിന് ഉണങ്ങിയ തേങ്ങയും കണ്ടിരുന്നത് ദേ ഉണങ്ങിയ തേങ്ങയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് അങ്ങോട്ട് വെപ്പത്തിനുണ്ട്, അപ്പുറത്തും കൂടി കിടക്കുന്നു ഒരെണ്ണം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ കേശപ്പൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ചുറ്റുമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഈ മഴ കാറ്റിൻ്റെ ആണ് കേട്ടോ. കരിയിലയും അതും ഇതും എല്ലാം വീണിങ്ങനെ കിടക്കുന്ന ചെടിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് പറഞ്ഞൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചുറ്റുപാട് നോക്കുവാണ്. മിക്കവാറും വാഴയൊക്കെ കൂടുതലും പോയിട്ടുണ്ട്. അങ്ങനെ തോട്ടത്തിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് അവിടെയും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മരം ദേ അങ്ങോട്ട് പിഴുത് അങ്ങോട്ട് വീണ് കിടപ്പുണ്ട്. പിന്നെ ഒരു റബ്ബർ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അവിടെ തന്നെ നിന്ന് ഒത്തിരി ആൾക്കാർ വിറകൊക്കെ വെട്ടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, സൈഡിൽ നിന്ന ഒരു മരം ഈ ഒടിഞ്ഞ് കിടക്കുന്നത്. റബ്ബറും തോട്ടത്തിൽ നിറച്ച ആൾക്കാരാട്ടോ വിറക് വെറുക്കാൻ വേണ്ടിയിട്ട്. അതേ കണ്ടോ ഒരു റബ്ബർ ഒടിഞ്ഞ് കിടക്കുന്നത്. അതും കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരുപാട് കരിയില വീണ് കിടപ്പുണ്ട്. പിന്നെ ഒരു മാവിൻ്റെ കമ്പാണെങ്കിലേ കുറേ ദിവസം കൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക. അതാ ഒരു സപ്പോർട്ടിൽ കിടക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ലേ, അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇന്ന് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രത്യേകം ഒരു പച്ചപ്പ് തന്നെ കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മുടെ ഓമയൊക്കെ അതേ ചാഞ്ഞ് നിൽക്കുന്ന, അടുത്ത ഒരു കാറ്റിന് മിക്കവാറും അത് ഒടിഞ്ഞ് വീഴും കേട്ടോ. അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയെ കാര്യം. നമ്മൾ ഈ വെയിലും എനിക്കൊന്ന് ഈ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര വെയിലായിരുന്നു. വെയിലത്ത് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്നെയാട്ടോ. പക്ഷേ ഈ ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു തണുപ്പും ഇവിടെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനെ ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അന്ന് രാത്രി കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കേ. അങ്ങനെ ദേ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കിനും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല പ്രത്യേക ഭംഗി കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കുറേ സമയമൊക്കെ നിന്ന്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ബായ്.